പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കൂടെ ന്യൂ ജെന്നെ ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൈനറെല്ലാം ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആ സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് അത് കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. കേൾക്കാത്തൊരു കാര്യമേ കേട്ടിട്ടില്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. പേരൻസിൻ്റെ അമിതമായ ശിക്ഷണ നടപടികൾ കൊണ്ട് ക്രിമിനൽസായി മാറുന്നവരുണ്ട്. അതല്ല വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അടയ്ക്കയാവുമ്പോൾ മടിയിൽ വയ്ക്കുക, അടയ്ക്കാൻ മരമാവുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഈ 10 വയസ്സിനകം അവനെ ഷെയ്പ്പ് ചെയ്യേണ്ട ആൾക്കാർ പേരൻസും പ്രൈമറി ടീച്ചേഴ്സും. സമീപകാലത്തുണ്ടായ കുറ്റകൃത്യങ്ങൾ ഫ്രണ്ട് പേജിൽ ഇടം പിടിക്കുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കൊച്ചി നഗരത്തിലെ മഹാരാജാസ് കോളേജിൽ PGക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി പഞ്ചാബിൽ നടന്ന നാഷണൽ പവർ ലിഫ്റ്റിംഗ് ജൂനിയർ കോമ്പറ്റീഷനിലെ റെക്കോർഡോടുകൂടി സ്വർണം നേടുന്ന അവസ്ഥയുണ്ടായി. പക്ഷെ അത് ആ വാർത്ത, ആ കുട്ടിയാണെങ്കിൽ വളരെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് നേടിയെടുത്ത നേട്ടമാണ്. അത് അങ്ങനെയുള്ള വാർത്തകൾ ഫ്രണ്ട് പേജിൽ വരുമ്പോൾ നമുക്ക് വായിക്കാനും അവർക്ക് ഈ യൂത്ത്സിന് തന്നെ ഒരു പ്രൊമോഷനും ഒക്കെ ആവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കൂടെ ന്യൂ ജെന്നെ ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൈനറെല്ലാം ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആ സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് സംശയമുണ്ട്. അത് ഒഴിവാകേണ്ടതാണ്. അതെ സാർ, ഈ പറഞ്ഞൊരു പോയിന്റ് കറക്റ്റ് ആണ്. അതായത് ഇന്നത്തെ തലമുറ 2K കിഡ്സ് അവരുടെ സംസ്കാരം ഇതാണ്, അല്ലെങ്കിൽ അവരുടെ രീതികൾ ഇങ്ങനാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്നത് അത് തെറ്റാണ്. വളരെ തുച്ഛമായ ശതമാനം കുട്ടികൾ അറിവില്ലായ്മ കൊണ്ടോ അവരുടെ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലോ ഒക്കെ ആയിട്ട് ഈ നമ്മൾ നേരത്തെ സംസാരിച്ച പല കാരണങ്ങളുമുണ്ട്. പേരൻറ്റിങ്ങോ ലഹരിയുടെ ഇതോ അല്ലെങ്കിൽ ഡിജിറ്റൽ അടിമത്തോ, ഇങ്ങനെ പല കാരണങ്ങളാൽ തുച്ഛമായ ആൾക്കാർ പെട്ടുപോകുന്നതാണ്. അത് മൊത്തം നശിച്ചു എന്ന് പറയുന്നതിനായിട്ട് യാതൊരു യോജിപ്പുമില്ല. ഈ ഇന്നലെയാണോ മെനഞ്ഞാണോ എന്ന് അറിയത്തില്ല, ഒരു വിഷ്വൽ ഞാൻ കണ്ടു. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സിനിമയെക്കുറിച്ചാണ് പുള്ളി പറഞ്ഞേക്കുന്നതും. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് വിജയ് സിനിമകൾ വരുന്നു, ആ സിനിമയിൽ ഒരു 10-15 ആൾക്കാരെ അടിച്ചിടുന്നു. അത് അവിടെ ഒന്നും പോലീസുകാരില്ലേ. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ എന്താ പറയുക, മീൻസ് വിജയ് പാട്ട് പാടി പോകുന്നു, അടുത്ത ദിവസം പാട്ട് പാടി പോകുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതെന്ത് തോന്നുന്നുണ്ട്? ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എന്തെങ്കിലും പറയാനുണ്ടോ സാർ? ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് അത് കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. കേൾക്കാത്തൊരു കാര്യമേ. കേട്ടിട്ടില്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. അധ്യാപകരും രക്ഷകർത്താക്കളും വടി ഉപേക്ഷിച്ചിട്ടാണ് ഇന്നത്തെ കുട്ടികൾ വഴിപിഴച്ചു പോകാൻ കാരണമായെന്ന് പറഞ്ഞാൽ എന്താണ് സാർ പറയുന്നത്? വടി ഉപേക്ഷിച്ചുകൊണ്ടാണെന്ന് പറയുന്നതിനോട് 100% യോജിക്കുന്നില്ല. ഇന്നത്തെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈമുകളിലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വന്നൊരു കമൻ്റാണത്. ആണത് ശ്രദ്ധിച്ചു. അത് വടി എന്നുള്ളതല്ല, വടി പലപ്പോഴും ക്രിമിനാലിറ്റിയിലേക്ക് പോകും കുട്ടികൾ. അത് ആരുപയോഗിക്കുന്നു എന്നുള്ളതിനൊരു പ്രസക്തിയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, പലപ്പോഴും ആനി സള്ളിവൻ എന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹെലൻ കെല്ലറുടെ. അതെ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ പലരും ഡ്രോപ്പ് ഔട്ട് ആകുന്ന ടീച്ചേഴ്സിൻ്റെ ഇതുകൊണ്ട് ഡ്രോപ്പ് ഔട്ടായി പോകുന്നവരുണ്ട്. പിന്നെ പേരൻസിൻ്റെ അമിതമായ ശിക്ഷണ നടപടികൾ കൊണ്ട് ക്രിമിനൽസായി മാറുന്നവരുണ്ട്. അതല്ല വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അടയ്ക്കയാവുമ്പോൾ മടിയിൽ വയ്ക്കുക, അടയ്ക്കാൻ മരമാവുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഈ 10 വയസ്സിനകം അവനെ ഷെയ്പ്പ് ചെയ്യേണ്ട ആൾക്കാർ പേരൻസും പ്രൈമറി ടീച്ചേഴ്സും ഫസ്റ്റ് സർക്കിളിൽ വരുന്നവർ. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ചെയ്യണം. അത് അടി മാത്രമാണ് മാർഗമെന്ന് വിശ്വസിക്കാൻ പോയ അപകടമാണ്. അത് പ്രോപ്പർ ഗൈഡൻസും പ്രോപ്പറായി നമ്മളെല്ലാം അങ്ങനെ വളർന്നവരാണല്ലോ. അമ്മയുടെ മോറൽ സ്റ്റോറീസും അമ്മയും അച്ഛനും ചെയ്ത കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്താണ് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തത്. നമുക്കൊക്കെ ഹീറോയിനായിട്ട് ഒരു ടീച്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്കൊരു ജീവിതത്തിൽ സക്സസ് ആയാലും മോട്ടിവേറ്റ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടാവും. അത്തരം ടീച്ചേഴ്സ് ഒത്തിരി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് പോകാമെന്നുള്ളത്. മറ്റൊരു കാര്യം,
ഈ ടീച്ചേഴ്സ് ശാസിക്കുന്നത് എല്ലാം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, ബാലാവകാശ കമ്മീഷനിൽ പോയി പരാതി കൊടുക്കുക, ആ പ്രവണതയാണ് സ്റ്റോപ്പ് ആവേണ്ടത്. അത് ജഡ്ജ് ചെയ്യണം പേരൻസ്. എൻ്റെ കുട്ടിയെ എന്തിനു ശാസിച്ചു, അല്ലെങ്കിൽ എന്തിനു വഴക്ക് പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ടീച്ചേഴ്സിനും വേറൊരു പേടിയുള്ളതെന്ന് പറഞ്ഞാൽ, ശാസിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് പല സൂയിസൈഡ് അറ്റംപ്റ്റുകൾ പോലും നടത്തും. അപ്പോൾ അവർ ട്രബിളിൽ പെടും. അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം ഈ മെൻ്റൽ ഹെൽത്തിനെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാത്ത കൊണ്ട് വരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വടിയല്ല, ശ്രദ്ധയാണ് കൂടുതൽ വേണ്ടത്. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തും, പ്രത്യേകിച്ച് ഈ ഒരു പ്രീ പ്രൈമറി അല്ലെ പ്രൈമറി ലെവലിൽ നന്നായിട്ടുള്ള കെയറിങ്, അവരെ കേൾക്കാനുള്ള മനസ്സ്. കൊച്ചുകുട്ടികളുടെ മനസ്സും ലോകവും വളരെ വിശാലമല്ലേ. അവർ ഓരോ കാര്യങ്ങളെ എന്തൊക്കെ രീതിയിൽ കാണും. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് പുതിയ കുട്ടികളെല്ലാം. അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ്, ഇപ്പോൾ സ്കൂളിലൊരു കുട്ടീനെ കുറിച്ചൊരു കംപ്ലൈൻറ്റ് വന്നെന്നിരിക്കട്ടെ. അപ്പം കൂടുതലും പേരൻസ് വന്ന് ചോദിക്കുന്ന ചോദ്യം, പ്രിൻസിപ്പാളിനോടാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിനോട് ആകട്ടെ ചോദിക്കും, എൻ്റെ മകനെ മാത്രം എന്തിന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എൻ്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു, ഇതല്ലേ ചെയ്തോളൂ, ഇങ്ങനെ ചോദിക്കുന്ന പേരൻസ് അടക്കം ഇന്നുണ്ട്. അപ്പം ഈ സാറ് പറഞ്ഞു വരുന്ന ഈ പേരൻറ്റിങ്ങിൻ്റെ ഭാഗത്തിൽ 10 വയസ്സിൻ്റെ കാര്യം പറയുന്നു. 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലും പേരൻസിൻ്റെ നിലപാട് ഇങ്ങനെ വരുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളിൽ ഒരു ദോഷവശം ഉണ്ടാക്കുകയല്ലേ? ഉണ്ട്. അതായത് പിന്നെ നമ്മളൊക്കെ ഇപ്പോഴും ഈ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കണ്ട തൊഴുതു പിടിച്ച് നിൽക്കും. അത് കുഞ്ഞു നാളിലെ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ അധ്യാപകരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോകില്ല. അതായത് ഒരു ക്യാരക്ടർ ഫൗണ്ടേഷൻ ചെറിയ പ്രായത്തിലിട്ട് അതവിടെ കിടക്കും. കിടന്നു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ ചീത്തയാക്കാൻ നോക്കിയാൽ പോലും ചിലപ്പോൾ ചീത്തയാവില്ല. ആ ഫൗണ്ടേഷൻ നന്നായിട്ട് ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീട്ടുകാരുടെ ഉത്തരവാദിത്വവും ഭയങ്കരമാണ്. പ്രൈമറി വിഭാഗത്തിലുള്ള ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്വവും ഭയങ്കരമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ, ടീച്ചേഴ്സ് രക്ഷയില്ല. എന്നുവെച്ചാൽ പരാതികൾ പോലീസ് കേസായിട്ടും ബാലാവകാശ കമ്മീഷനൊക്കെ ആയിട്ട് പേരൻസ് തന്നെ കൊടുക്കുമ്പോൾ പിന്നെ അവർ നിസ്സഹായാവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥയുണ്ട്. അത് മാറിയേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ക്യാമ്പസുകൾ എടുത്താലും അവിടുത്തെ ആദ്യമൻ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ സ്കൂളിലെടുത്ത ഹെഡ് മാസ്റ്ററൊക്കെ തന്നെ ആയിരിക്കണം. അല്ലാത്ത ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പത്രത്തിൽ എന്തെങ്കിലും ഒരു മരണം ഉണ്ടാകുമ്പോഴൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു +2 വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 14 വർഷം, ഇപ്പോൾ LKG UKG തുടങ്ങി 14 വർഷം കഠിനമായിട്ട് ഉറക്കമൊക്കെ നിന്ന് പഠിച്ച് നല്ല രീതിയിൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത് എൻട്രൻസും പാസ്സായി ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് ചെന്ന് കഴിയുമ്പോൾ റാഗിങ് ആയിട്ടും അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിൻ്റെ അപക്വമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടുമൊക്കെ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒത്തിരി ഫാമിലിയുണ്ട്, കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഫാമിലിയുടെ അവസ്ഥ ആലോചിച്ചോണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിലും ഡോക്ടറായിട്ട് പോകാനും മറ്റ് പ്രൊഫഷണൽ കോളേജുകളിലും ഒക്കെ ചെന്ന് കഴിയുമ്പം കോളേജിലെ മറ്റ് ഈ തുച്ഛമായ വിരലിലെണ്ണാവുന്ന കുട്ടികളുടെ റാഗിങ് പോലെയുള്ള അല്ലെങ്കിൽ ആ ക്രിമിനൽ ആക്ടിവിറ്റീസിന് വിക്റ്റിമായിട്ട് പഠിത്തം 1-2 വർഷം പഠിച്ചിട്ട് നിർത്തിപ്പോകുന്ന അയാളുടെ ഫ്യൂച്ചർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ +2 ക്വാളിഫിക്കേഷനിൽ നിന്ന് പോവുകയല്ലേ. പിന്നെ ഇപ്പോൾ BTech അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കോഴ്സിന് 3 വർഷമൊക്കെ പഠിച്ചിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഡ്രോപ്പ് ഔട്ട് ആവുന്നവരുണ്ട്. അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധക്കുറവോ സപ്പോർട്ടോ ഇല്ലാതെയൊക്കെ നിർത്തിപ്പോകുന്നവരുണ്ട്. അവരുടെയൊക്കെ ഫാമിലിയുടെ അവസ്ഥ, എല്ലാ വീട്ടിലും 1-2 കുട്ടികളാണ് ഉള്ളത്. അവർ വളരെ പ്രതീക്ഷയോടെ, ഈ കുട്ടിയും വളരെ പ്രതീക്ഷയോടെ പഠിച്ച് ചെന്ന് ഒരു കൊള്ളസംഘത്തിൽ ചെന്ന് പെട്ടുപോലത്തെ അവസ്ഥ വരുന്നത് അധ്യാപകർക്ക് അപ്പർ ഹാൻഡ് ക്യാമ്പസുകളിൽ ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ചെടുക്കുക തന്നെ ചെയ്യണം. നിയമപരമായിട്ട് തന്നെ തിരിച്ചെടുക്കണം. ചിലപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പം റാഗിങ്ങിൻ്റെ ബേസിസിലുള്ള ഒരു ടോക്ക് വന്നപ്പം എൻ്റെ മനസ്സിൽ പോയ കാര്യമാണ്, റാഗിങ് എന്ന് പറയുന്ന സംഭവം പണ്ട് കാലങ്ങളിൽ ഒരു ചടങ്ങായിട്ട് ആ പേരൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അങ്ങ് വിട്ടിരുന്ന സമയമുണ്ട്. പക്ഷേ ഇന്ന് ഡിവൈഡർ കൊണ്ട് ദേഹം മൊത്തം കുത്തുകയും പ്രൈവറ്റ് പാർട്സിലടക്കം കുത്തുകയും ക്ലോസറ്റിൽ കൊണ്ടുവന്ന് മുഖം ഫ്ലഷ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി വരെത്തി, കുഞ്ഞുങ്ങളുടെ മരണം വരെത്തി. അപ്പം അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഈ കുട്ടികൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നികൃഷ്ടമായ ചിന്താഗതി വരുന്നത്? ഈ പറഞ്ഞ പോലെ
നമ്മൾ പഠിക്കുമ്പോഴും എല്ലാ കാലത്തും കോളേജിലെ തുച്ഛമായ ആൾക്കാർ ഇങ്ങനെയുള്ള സാഡിസ്റ്റിക് ആക്ടിവിറ്റീസിലൂടെ സന്തോഷം കിട്ടുന്നവരുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ എണ്ണം ഒരു അല്പം കൂടെ കൂടിയിട്ടുണ്ടാവും. ഈ നമ്മൾ പത്രത്തിൽ വരുന്ന ഇൻസിഡൻസ് മാത്രമല്ല, പല കുട്ടികളും പേടിച്ചിട്ട് അല്ലെ ഭാവി പഠനത്തെ ഓർത്തിട്ടോ ഒക്കെ വെളിയിൽ റിപ്പോർട്ട് ചെയ്യാത്ത ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ പല പേരൻസോ നമുക്ക് പരിചയമുള്ളവരൊക്കെ ഇടപെട്ടിട്ട് പല സാഹചര്യങ്ങളിലും ക്യാമ്പസുകളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പലരെയും രക്ഷപ്പെടുത്താനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഇതല്ലാതെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി കുട്ടികൾ ബാധിക്കും ഇങ്ങനെയുള്ള ക്രൂരമായ കാര്യങ്ങൾക്ക് വിക്റ്റിമായിട്ട് പഠനം നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റാഗിങ് ആക്റ്റൊക്കെ ഉണ്ട്, പിന്നെ അതിന് നിയമങ്ങളുണ്ട്. സ്ഥലം SHO അതിനൊരു കമ്മിറ്റി ക്യാമ്പസിലുണ്ടാവും. അതൊക്കെ സ്ട്രോങ് ആയിപ്പോയി ഇത് നിയന്ത്രിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അതിന് ശക്തമായ നടപടികളുണ്ട്. ക്യാമ്പസിലെ അധ്യാപകരും പ്രിൻസിപ്പൾ അടക്കമുള്ളവർ ശക്തമായ രീതിയിൽ ഇതിനെ എതിരായിട്ട് നിലപാടെടുക്കണം. പലപ്പോഴും കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ ഉദ്ദേശിച്ചോ കുട്ടികളല്ലേ എന്നുള്ള വേണ്ടാത്ത ഒരു പിന്നെ ദയൊക്കെ കാണിച്ചിട്ട് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാതെയൊക്കെ പോകുന്നുണ്ടാവും. അത് തെറ്റാണ്. കുട്ടികൾ എന്നുള്ള ഒരു ഇതിനേക്കാൾ കൂടുതലും സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ മാനിച്ചിട്ട് പലതും പുറത്തേക്ക് വരുന്നില്ല. രണ്ട് രീതിയിലുണ്ട്, രണ്ട് സൈഡിലും കുട്ടികളാണല്ലോ ഉള്ളത്. അപ്പം അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. ഒരാൾ വിക്റ്റിമായിട്ട് മെൻ്റലി ഡാമേജായി നിൽക്കുകയും മറ്റവർ ആ മെൻ്റൽ ഡാമേജിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ആ ക്രൈം ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊടുക്കുക തന്നെ ചെയ്യണം. അത്തരം ഇൻസിഡൻറ്റുകളെ ഇങ്ങനെ കോളേജ് അധികൃതർ കണ്ടെത്തി നടപടികളെടുത്ത് നിയമ നടപടികൾ വരുമ്പോൾ ഇത് തന്നെ നിൽക്കേണ്ടതാണ്. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അത് പല വിധത്തിലുള്ള കൺസിഡറേഷൻ, ഒരു അധ്യാപകൻ്റെ മനസ്സ് വെച്ച് ചിന്തിക്കുമ്പോൾ പല വിധത്തിലുള്ള കൺസിഡറേഷൻ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത്തരം കൺസിഡറേഷന് അർഹിക്കുന്നില്ല. അത്രയ്ക്കും ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ മുമ്പ് ചെറിയ ചെറിയ മോക്ക് കാര്യങ്ങളിലായിരുന്നെങ്കിൽ ഇതിപ്പോൾ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ അസാൾട്ടിലേക്ക് കാര്യം എത്തിയ സ്ഥിതിക്ക് ഇതിന് ശക്തമായ രീതിയിൽ നീങ്ങുക വേണ്ടത്. നമ്മുടെ സംസ്കാരം പുതിയ തലമുറകൾ അഡോപ്റ്റ് ചെയ്യുന്നത് പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൻ്റെയൊക്കെ സംസ്കാരമാണ് കൂടുതലും നടക്കുന്നത്. നമ്മുടെ സംസ്കാരമല്ലേ നല്ലത് എന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ സാറിന് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? രണ്ടിനകത്തും നല്ലതും ചീത്തയുണ്ട്. രണ്ടിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ പകർത്തുക എന്നുള്ളത്. ഏതിൽ നിന്നും നല്ലത് സ്വീകരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. ഇപ്പം വിദേശത്തൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ KG തൊട്ട് തന്നെ അവർ KG ക്ലാസ് തൊട്ട് തന്നെ എറ്റിക്കറ്റ്സും അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യങ്ങളായാലും ഹൈജീൻ്റെ കാര്യങ്ങളായാലും നിയമബോധമായാലും പഠിച്ചിറങ്ങുമ്പം സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാവുന്ന പ്രാക്ടിക്കലായ കാര്യങ്ങളടക്കം പഠിച്ചിറങ്ങുന്ന വിദ്യാഭ്യാസ നയങ്ങളുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ വിദേശത്ത്. അതൊക്കെ നമുക്ക് പകർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ഓസ്ട്രേലിയയിൽ നിയമനിർമ്മാണത്തിലൂടെ 16 വയസ്സ് വരെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ആക്സസ് കൺട്രോൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് തെറ്റുന്നില്ല. നമ്മളും പഴയ ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മൾ സിനിമയിൽ കുറേ വയലൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിനിമയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഫാമിലി സിനിമകൾ വരുമ്പോഴത്തേക്ക് അച്ഛനമ്മയുടെ സ്നേഹം, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമ കാണുന്ന പ്രേക്ഷകൻ, കുട്ടികളടക്കമുള്ള പ്രേക്ഷകൻ പുറത്തിറങ്ങി കഴിയുമ്പം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം അവിടെ നിർത്തുക, ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പല ബന്ധങ്ങളിലും. അച്ഛൻ മക്കൾ തമ്മിലുള്ള ബന്ധമാവട്ടെ, ഏത് ബന്ധത്തിലും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് ഒരു കുറവ് തന്നെയല്ലേ? കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു കുറവാണ്. കമ്മ്യൂണിക്കേഷൻ ഫാമിലിക്കകത്ത് മാത്രമല്ല, സോഷ്യൽ കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറവിനൊരു കാരണം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. എല്ലാവരും ഫോണും കുത്തി നിൽക്കുക എന്നുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ സ്പോർട്സ് ആക്ടിവിറ്റിയോ മറ്റ് ഗെയിമുകളോ മറ്റ് സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷനും കുറവൊന്നുണ്ട്. അതൊക്കെ ഈ ക്യാരക്ടർ മോൾഡിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് ഫാമിലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പറയാൻ എളുപ്പമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കുട്ടികൾ പ്രൈമറിയോ അല്ലെങ്കിൽ LKG തൊട്ട് തന്നെ
സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം അന്നത്തെ മൊത്തം കാര്യങ്ങളും ചോദിച്ചറിയുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അത് ചോദിച്ചറിയാമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും പറയാൻ കേൾക്കാനും ശ്രമിക്കണം. ഏതെങ്കിലും ചിലപ്പം കുട്ടിയെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ചീത്തയാണെന്നറിയാതെ അതേ ചീത്ത ചിലപ്പോൾ പറയും. അപ്പോൾ മോശം പറയുന്നോ എന്ന് ശാസിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ചീത്ത കാര്യങ്ങളൊന്നും പറയാത്ത അവസ്ഥ വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും വെളിയിലിറങ്ങി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെറു പ്രായത്തിൽ തന്നെ ചോദിച്ച് അവരുമായിട്ട് അത് ചോദിച്ചറിയുകയാണ്, ഇൻറ്ററോഗേറ്റ് ചെയ്യുകയാണെന്നുള്ള ഫീലില്ലാതെ ഫ്രണ്ട്ലി ഒരു ടോക്ക് എപ്പോഴും നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും സ്ട്രേഞ്ചേഴ്സ് അപ്രോച്ച് ചെയ്യുകയോ എന്തെങ്കിലും, ഇപ്പം ഈ അടുത്ത് വാർത്ത കേൾക്കുന്നുണ്ടല്ലോ, ഡ്രഗ്സ് അടങ്ങിയ മിഠായി പലതരം വിതരണമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി സ്വാഭാവികമായിട്ടും പറഞ്ഞ് ശീലിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കുട്ടികൾ വിക്ടിംസ് ആവാതെ ശ്രദ്ധിക്കാൻ പറ്റും. ഇത്തരമുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്കുള്ള ഇൻവോൾവ്മെൻറ്റ് കുറയാൻ പറ്റും. പിന്നെ പേരൻസ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണം. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ നമ്മളെല്ലാം കുറ്റപ്പെടുത്തുന്ന കുട്ടികളെയൊക്കെ കണ്ടു വളർന്നിട്ടുള്ളത് സിനിമയിൽ നമ്മൾ പാർട്ടി, ലഹരി പാർട്ടി, മദ്യപാനമൊക്കെ പറയുമ്പോൾ തന്നെ വീടുകളിലും ഇതേ അവസ്ഥയല്ലേ എന്ന് ചിന്തിക്കേണ്ടി വരും. കുട്ടികൾ കാണുമ്പോൾ ഈ എന്തോ ആരോഗ്യത്തിനും ഗുണകരമായ സാധനം കഴിക്കുന്ന പോലെ എല്ലാ ദിവസവും അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈലാണേലും കഴിക്കുന്നു. മരണം പോലും ഉള്ള സാഹചര്യങ്ങളിലും മരണവും മദ്യപിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. ചില ആൾക്കാരെ നമ്മൾ ഈ ഒരു മരണ വീട്ടിൽ പോയിട്ട് വരുന്നതായിരിക്കാം, അല്ലെ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ച് പിടിക്കുമ്പോൾ മരണ വീട്ടിൽ സാറേ ഞാൻ മരിപ്പിന് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും മരിച്ചയാളിനിത് മദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പോലും എക്സ്ക്യൂസസ് കണ്ടെത്തി മരണം പോലും മദ്യത്തിൽ മുക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ഈ സിനിമയിൽ നിന്ന് മാത്രമല്ല, ലൈവായിട്ട് നടക്കുന്ന കാരണമായിരിക്കും സിനിമയിലേക്കും അത് പകർത്തി പോകുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ അതാ എല്ലാ പേരൻസിനും ഉത്തരവാദിത്തമുള്ള. മുൻകാലങ്ങളിൽ ഇപ്പം രക്ഷിതാക്കൾ പോലും മക്കളുടെ പ്രസൻസിൽ സിഗരറ്റ് വലിക്കാൻ മടിക്കും, ഒതുങ്ങിപ്പോയേ വലിക്കും. അല്ലെങ്കിൽ മദ്യപിക്കുന്നതാണേലും മക്കൾ അറിയാതെ കഴിക്കാനേ നോക്കും. കുട്ടികളാണേലും ഒരു 10-18 വയസ്സൊക്കെ കഴിഞ്ഞൊന്ന് ട്രൈ ചെയ്യാൽ പോലും ആരും അറിയാതെ ഒളിച്ചും പാത്തും ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, അച്ഛൻ മകൻ ഒഴിച്ചു കൊടുക്കുക, മകൻ അച്ഛൻ ഒഴിച്ചു കൊടുക്കുക, അല്ല ഒരുമിച്ചിരുന്ന് കഴിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയതൊക്കെ ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ്. അതുമെല്ലാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്ത് നിങ്ങൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടാണ്, ഈ അടുത്തൊരു യുവ സംവിധായകൻ്റെ ഒരു സിനിമ ഇറങ്ങിയതിനകത്ത് അച്ഛനാണ് അതിനകത്ത് ചെയ്തു ചോദിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നിനക്ക് ആദ്യം ഞാനല്ലേ മദ്യം ഒഴിച്ചു തന്നത്. അങ്ങനെ ഓരോ മോശമായ കാര്യങ്ങളും അച്ഛനാണ് അവൻ്റെ സ്റ്റാർട്ടർ, തുടക്കക്കാരൻ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും സമൂഹത്തിലും ഉണ്ട്. എല്ലാത്തിനും ഇപ്പം രക്ഷിതാക്കളത്, അപ്പോൾ അത് തെറ്റേത് ശരിയേതെന്നുള്ള കൺഫ്യൂഷനിലാണ് കുട്ടികൾ. ചില കുട്ടികൾ ഒരു ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യവശമായിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. ഒരു മദ്യപിച്ച് കഴിഞ്ഞാൽ ഇതാണ് ബുദ്ധിമുട്ട്, ഇങ്ങനെ ചെയ്ത മദ്യം ഇങ്ങനത്തെ കൊള്ളാത്ത സാധനമാണെന്ന് പഠിക്കും. ചിലർ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയോ അത് എൻജോയ് ചെയ്യാനോ ശ്രമിക്കും. അപ്പം അത് ഈ ഒഴിഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ കിട്ടിയ പാഠങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ തെറ്റും ശരിയും ചെറുപ്രായത്തിലെ വേർതിരിച്ചു കൊടുത്താൽ രക്ഷിതാക്കൾ തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൂടുതലാണെന്ന് സാർ നേരത്തെ പറയുണ്ടായി. അപ്പം കുട്ടികളാവട്ടെ അമിതമായി ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മൂലം ഒരുപാട് അപകടങ്ങൾ കുടുംബങ്ങളിലും വരുന്നുണ്ട് ഇല്ലേ? ഇപ്പം ഒരു ഫോൺ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കാം, ചിലപ്പോൾ പിണങ്ങിയിരിക്കാം, അതല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പുതിയ ഫോൺ വേണം, അല്ലെങ്കിൽ ഈ ഫോൺ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളുടെ വിലപിടിപ്പുള്ള ഫോണുകൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കും സർപ്രൈസായിട്ട്. അവർ ഹാപ്പിയാവും. ഈ ഫോൺ എന്ന് പറയുന്ന സാധനം ഡെഡായി കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് ഒരു സ്വിച്ച് ഇട്ട പോലെ ആ കുഞ്ഞിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ബ്ലോക്ക് ആവുകയാണ്, അവിടെ നിന്ന് പോവുകയാണ്. ഇതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അല്ല, ആൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. കാരണം വളരെ അപകടകരമായ കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ ചില ദിവസം വൈകിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല.
അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ച്, നിങ്ങൾ പലതവണയും വിളിച്ചിട്ട് കിട്ടാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, മോൻ 2 വയസ്സാണ്, ഫോൺ എവിടെ കണ്ടാലും അവനെടുത്തുകൊണ്ട് പോകും. അത് കാരണം വീട്ടിൽ ചെന്നാൽ ഫോൺ ഒളിപ്പിച്ച് വയ്ക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഗുരുതരമായ അവസ്ഥയിൽ പല വീടുകളിലും അത് പലപ്പോഴും രക്ഷിതാക്കൾ തന്നെ തുടങ്ങി വയ്ക്കുന്നതാണ്. ഈ കുട്ടിയായിരിക്കുമ്പോൾ ഈ ഫോണിൻ്റെ ഉപയോഗം എന്താണെന്നും അതിലിങ്ങനെ ഗെയിം ഉണ്ടെന്നൊന്നും കുട്ടിക്ക് അറിയില്ലല്ലോ. എവിടെയെങ്കിലും ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഇതും കൊടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നതാണ്. ഈ പക്ഷേ കൊച്ചു കുട്ടികൾ വളരെ ബ്രില്യൻ്റാണ്. അവർ പല ഏരിയയിൽ കുത്തി പല കാര്യങ്ങളിലേക്ക് കടന്നു പോകും. മുൻപ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഒബ്സീൻ സൈറ്റ് കുത്തുകയാണ്. അപ്പോൾ ഈ രക്ഷിതാവ് കണ്ടടുത്ത് എന്ന് മോൻ എന്താ ചെയ്യുന്നത്, അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഈസ് നോട്ട് അവെയർ അബൌട്ട് ദാറ്റ്. പക്ഷേ ഇങ്ങനെയുള്ള അപ്പോൾ പേരൻസിൻ്റെ ശ്രദ്ധ എപ്പോഴും ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ രീതിയിലും ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. അതുപോലെ തന്നെ ഫോൺ മേടിച്ചു കൊടുക്കുന്ന കാര്യം ചോദിച്ചത്, പലപ്പോഴും ഈ അവനവന് കപ്പാസിറ്റി ഇല്ല, പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് ഇതൊക്കെ അമിതമായ വിലയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ആ അമിതമായ വിലയിലുള്ള സാധനം അവർക്ക് കപ്പാസിറ്റി ഇല്ലാതെ ലോൺ എടുത്ത് മേടിക്കും. ഒടുവിൽ ലോൺ മുടങ്ങും. ലോൺ മുടങ്ങുമ്പം ബാങ്കുകൾ വീട്ടിൽ മുറ്റത്ത് വന്ന് ചീത്തവിളിയും ഹറാസ്മെൻറ്റും കാര്യം. ആ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, പക്ഷേ ജോലി എന്നുള്ള രീതിയിൽ ഇത്തരം ഒരു ജോലിയിലേക്ക് ഇടപെടുകയും അത് വേറെ രീതിയിലേക്ക് ചെറുപ്പക്കാരെ ഒരു ഇൻകം സോഴ്സായിട്ട് കാണുന്നത് കൊണ്ട് അതും ചെന്ന് വേറെ ഒരു ക്രൈമിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. സാറ് പറഞ്ഞല്ലോ കുറച്ച് പെർസെൻറ്റേജെങ്കിലും ആൾക്കാരെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വയലൻസ് ത്രൂ ഉള്ള സിനിമകൾ വഴി. അങ്ങനെ എന്തെങ്കിലും കേസ് സാറ് ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടോ? പല കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കോട്ടയം ടൗണിലൊരു ജുവലറിയിലുണ്ടായ ഒരു റോബറി, അത് ഒരു റോബിൻഹുഡ് സ്റ്റൈലിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഫാമിലി എന്നുള്ള ഒരു യുവാവാണ് ചെയ്തത്. അത് സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസിൽ ചെയ്തതാണ് എന്നുള്ളതാണ്. അതിനകത്ത് മോട്ടിവേഷൻ അതാണെന്നുള്ളതല്ല. മോട്ടിവേഷൻ ലക്ഷറി ലൈഫ് എന്നുള്ളതായിരുന്നു. എക്സിക്യൂഷൻ കുറേ ഭാഗങ്ങൾ സിനിമയിൽ നിന്നുള്ള ഇമിറ്റേഷനായിരുന്നു. പിന്നെ ചില ക്രൈമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമല്ലോ, അങ്ങനെ പ്രിപ്പറേഷനിൽ വരുമ്പോൾ ഇവൻ്റെ മനസ്സിലിങ്ങനെ സിനിമകളുടെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്ത കേസ്. ഞാൻ ഏത് കേസ് ഏത് സിനിമ എന്ന് പറയുന്നില്ല. പിന്നെ പല മൂവിയെ അനുകരിച്ച് ചെയ്ത പല സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. കുറേ കേസുകൾ അങ്ങനെ ഏതെങ്കിലും പോർഷൻ ചിലപ്പം മറച്ചു പിടിക്കുന്നതിനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒളിപ്പിക്കുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ എക്സിക്യൂഷൻ പാർട്ടിലായിരിക്കാം, അതിനുശേഷം ഒളിവിൽ പോകുന്ന ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കേസിൻ്റെ ഭാഗം വരുമ്പം അതിൽ കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പാർട്ടിലെ ഏതെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇൻഫ്ലുവൻസിൽ വരാറുണ്ട്. അതിപ്പോൾ സിനിമയെന്നല്ല, നമ്മളിപ്പോൾ സംസാരിക്കുകയും ഇത് ചോദ്യം ചോദിക്കുന്നതൊക്കെ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, വായിച്ച കാര്യങ്ങൾ, കണ്ട കാര്യങ്ങളിൽ നിന്നാണ്. അപ്പം അതുപോലെ തന്നെയാണ് ചിലർ ക്രൈം പ്രിപ്പയർ ചെയ്യുമ്പോഴോ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴോ ഹൈഡ് ചെയ്യാനോ ഇൻട്രോഗേഷനെ ഫേസ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ, പറയാതിരിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഓരോ ഇതിൽ നിന്ന് ചെയ്യാറുണ്ട്. ഇപ്പോൾ ലോണിൻ്റെ കാര്യം, ഇപ്പം ലോൺ എടുത്ത് മൊബൈൽ നോക്കുന്നു എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ലോൺസുകളുണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി കിട്ടുന്നത്, ഓൺലൈൻ മണിയൊക്കെ കിട്ടുന്നുണ്ട്. അത് കണക്ക് തന്നെ ഒരു കാലയളവിൽ ഹണി ട്രാപ്പും ഒക്കെ ഉണ്ട്. ഇപ്പോഴും അത് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പേരുടെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന കുറച്ച് തലമുറകളുണ്ട് നമ്മളുടെ സമൂഹത്തിൽ. ഇവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് നമ്മളുടെ ഇൻകം കുട്ടികളെ ചെറുപ്രായത്തിൽ ബോധ്യപ്പെടുത്തുക. നമുക്ക് ഇതാണ് വരുമാനം, നമുക്കിതുകൊണ്ട് ഇങ്ങനെ ഏത് ലെവലിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ ഈ പീരീഡിൽ അവൻ്റെ അംബീഷൻസ് ഗോളിനെ അല്ല കർട്ടൈൽ ചെയ്യേണ്ടത്, നമ്മളുടെ ഡിമാൻഡ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളുടെ
വരുമാനം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വളർന്നു വരുമ്പോൾ ലക്ഷറി ലൈഫും കാര്യവും ഇൻകത്തിനെ ഓവർടേക്ക് ചെയ്ത് ചെയ്യും. ഈ പറഞ്ഞ കണക്ക് കാണുന്ന ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഈസി മണിക്കായിട്ട് ഇപ്പം തന്നെ നമ്മൾ പലതരം സൈബർ ക്രൈംസ്, വിർച്വൽ അറസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള അലേർട്ടും പിന്നെ ഈ തടയുന്നതിനുള്ള പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള ക്ലാസ്സുകളും പ്രചാരണമൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും അത്തരം ട്രാപ്പിൽ വീഴുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അമിതമായ ഈ പൈസ അല്ലെങ്കിൽ ലക്ഷറി ലൈഫ്, ഈസി മണി, കഷ്ടപ്പെടാതെ ഹാർഡ് വർക്ക് ചെയ്യാതെ പൈസ ഉണ്ടാക്കാനുള്ള ത്വരയിൽ നിന്നുണ്ടാവുന്നതാണ്. ഇപ്പം ലോൺ എടുത്ത് നമ്മൾ കുട്ടികൾക്ക് ഫോൺ, ലക്ഷങ്ങളുടെ വിലയുള്ള ഫോണൊക്കെ എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ വിഷയം നമ്മൾ സംസാരിച്ചല്ലോ. അപ്പം അതുപോലെ തന്നെ വെർച്വൽ ലോണുകൾ, ഹണി ട്രാപ്പുകൾ, അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള തലമുറകളോട് എന്താണ് പറയാനുള്ളത്, അങ്ങനെ എടുക്കുന്നവരോട്? ഇതിനൊക്കെ ഒത്തിരി പ്രചാരണം ഇപ്പം നമ്മുടെ ഫോണിൻ്റെ റിംഗ് ടോൺ പോലും വിർച്വൽ അറസ്റ്റ്, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ സൈബർ ക്രൈംസിനൊക്കെ എതിരെയാണ്. പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതിനെതിരെ, സൈബർ ക്രൈംസിനെതിരെ അല്ലെങ്കിൽ വിർച്വൽ അറസ്റ്റ് പോലെയുള്ള ട്രാപ്പുകൾക്കെതിരെ പ്രചാരണം അതിൻ്റെ മാക്സിമം ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ വീണ്ടും വീണ്ടും വിക്ടിംസ് ആവുന്നുണ്ട്. അത് ഈ ഈസി മണി, ഹാർഡ് വർക്ക് ചെയ്യാതെ പെട്ടെന്ന് ഇരട്ടി പൈസ കിട്ടും എന്നൊക്കെ കേൾക്കുമ്പോൾ ചെന്ന് വീഴുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ലോണിൻ്റെ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണത്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇൻകം അവരുടെ അടുത്ത് വെളിപ്പെടുത്തണം. നമുക്ക് ഇത്രയും വരുമാനം, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഡിമാൻഡിങ്ങിനൊരു നിയന്ത്രണം വരും. അതല്ല നമ്മൾ ഈ പറഞ്ഞ് കണക്ക് ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ലോൺ എടുത്തും മറ്റുമൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ആ കുട്ടിയെ വളരെ മോശം ചിന്താഗതിയിലേക്ക് മാറ്റും. ചിലപ്പോൾ ഭാവിയിൽ വരുമാനം അറിയാതെ എവിടുന്നുമൊക്കെ ലോൺ എടുത്ത് എല്ലാ ട്രബിൾസിലും പോയി പെടാനുമൊക്കെ അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അവനവൻ്റെ ജീവിത വരുമാനം അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അത് അച്ചീവ് ചെയ്യാൻ ഉള്ള മെനക്കെടാതെ അവിടുന്ന് ഇവിടുന്നുമൊക്കെ ലോണും കടമൊക്കെ എടുത്ത് പിന്നെ ട്രബിളിൽ പെടുകയോ സൂയിസൈഡിലേക്ക് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ശരി, ഇപ്പോൾ ഇപ്പം നടക്കുന്ന ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ വയലൻസ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് പോലീസ് അത്രത്തോളം പ്രിവെൻഷൻ ഒന്നും എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് ശരിയല്ല. പോലീസ് ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലകൾ ബേസ് ചെയ്ത് ഡാൻസ് ഓഫ്, പിന്നെ സ്റ്റേറ്റ് വൈഡായിട്ട് കാൻസ് ഓഫ്, ഇങ്ങനെ പോലീസിൻ്റെ ടീം ഇത്തരം ഈ ലഹരി വ്യാപനം തടയുന്നതിനും പിടിക്കുന്നതിനും ഡിറ്റക്റ്റ് ചെയ്യുന്നതിനുമായിട്ട് വളരെ പരിശ്രമം നടത്തുന്നുണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് പോലീസ് ഉദ്യോഗസ്ഥരെടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ്. ചില വേഷം മാറി ദീർഘദൂരം സഞ്ചരിച്ച്, ഇപ്പോൾ ചില അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ പാവപ്പെട്ട കർഷകരുടെ കൃഷിയിടങ്ങൾ പിടിച്ചെടുത്തിട്ട് അവിടെ ഫണ്ട് സോഴ്സിന് വേണ്ടി കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്നുകൾ വളർത്തി കടത്തി ഫണ്ടുണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ വരെ ജീവൻ പണയം വെച്ച് അതാത് സ്ഥലത്തെ സേനകൾ അവിടെ പോകാൻ മടിക്കുന്ന സ്ഥലങ്ങളിൽ വരെ പോയിട്ട് കേരള പോലീസ് കേസുകൾ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വ്യാപനത്തിൻ്റെ തോത് വളരെ വലുതും അത് സ്കൂൾ ലെവലുകളിൽ വരെ എത്തുന്നു എന്നുള്ളൊരു ഭീതികരമായ കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പിന്നെ പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു വിർച്വൽ വാറാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ യുവതയെ നശിപ്പിക്കുക എന്നുള്ളൊരു ടാർഗറ്റോട് കൂടിയുള്ള വിപണനമാണെന്നുള്ളതുകൊണ്ട്, പിന്നെ വിപണന രീതി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള അറിവുകൾ കിട്ടാതെ കൊണ്ടൊക്കെ കുറച്ച് വ്യാപിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ പോലീസ് അന്നും ഇന്നും ഊർജിതമായിട്ട് തന്നെ നടപടികൾ എടുക്കുന്നുണ്ട്, നടപടികൾ എടുക്കേണ്ടതുമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ നേതൃത്വത്തിലിരിക്കുന്നവരൊക്കെ പ്രൂവ് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. എപ്പോഴും എക്സിക്യൂഷൻ പാർട്ടിൽ പ്രധാനമായിട്ട് വരുന്ന സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥരാണ്. ഒരു പോലീസ് സേനയിൽ ചേരുമ്പോൾ തന്നെ ഒരു പ്രദേശത്തെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന ഒരു ജോബിലേക്ക് കയറുന്നു.
അതൊരു റിസ്കി ജോബാണെന്ന് ജോലിയിൽ കയറുമ്പോൾ തന്നെ അറിയാം. അതിന് വേണ്ടുന്ന ട്രെയിനിങ്ങോട് കൂടിയൊക്കെയാണ് വന്ന് ജോലി ചെയ്യുന്നത്. എല്ലാവിധ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനവും അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാനുള്ള നിയമവും അറിയാവുന്നവരാണ്. അപ്പോൾ അത് കർക്കശമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ നോക്കിയ സർവീസിലുള്ളപ്പോഴും ഇപ്പോഴൊക്കെ 2 കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥരാണ്. ചിലർ ഈ ജോലിയോടുള്ള പാഷനും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും വെച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. ചിലർ ജോലിയായി കണ്ടിട്ട് എവിടെയെങ്കിലും ഒതുങ്ങി കൂടുന്ന നേച്ചറുണ്ട്. അപ്പോൾ ഈ ജോലി ഒരു പാഷൻ, സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻറ്റുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ഈ സ്റ്റേഷൻ ചാർജുള്ള ചുമതലകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ഏത് റിസ്ക്കും എടുത്ത് തടയാനും പിടിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരുള്ളൊരു സേനയാണ് കേരള പോലീസ്. വളരെ ഫലപ്രദമായിട്ടത് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിറ്റുവേഷനുണ്ട്. വയലൻസ് ആകട്ടെ, ഡ്രഗ്സ് ആകട്ടെ, ഏത് തരത്തിലുള്ള ലഹരി ആകട്ടെ, ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് യുവതലമുറയും ഒരുപാട് പേര് പെട്ടുപോയിട്ടുണ്ട്. പെടാനിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടുപോകാവുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. ഇവരോടെല്ലാം പൊതുവേ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ സാറിന് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ള സമൂഹത്തിനോട്? ഇപ്പോൾ നമ്മൾ സംസാരിച്ചതിനകത്തെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വിക്റ്റിമായിട്ടുള്ളവർ ഇപ്പോൾ എല്ലാ ജില്ലയിലും അഡിക്ഷൻ സെൻറ്റേഴ്സും അല്ലെങ്കിൽ എല്ലായിടത്തും സൈക്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പെട്ടുപോയി എന്ന് കണ്ടാൽ ഇത്തരം സെൻറ്ററുകളിൽ പോയി ട്രീറ്റ്മെൻറ്റ് തേടുന്നതിന് മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ആ സമയത്ത് തന്നെ അവന് ആവശ്യമായ ഹെൽപ്പ് കൊടുത്ത് അവനെ റീഫോം ചെയ്ത് എടുക്കുക എന്നുള്ളതേ പറ്റത്തുള്ളൂ. അതാണ് ഒരു മാർഗം. ഈ എൻട്രപ്റ്റ് ചെയ്യുന്നതിന് സോറി സർ, ഈ മടി എന്ന് പറയുന്നതിന് ഉപരി ഏറ്റവും കൂടുതൽ പേരൻസ് പറയുന്ന കാര്യം നാണക്കേടാണ്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. മടി എന്നുള്ളത് അത് ഞാൻ ആ വേർഡ് എടുത്ത് പറയുന്നത്, പേരൻസ് കൂടുതൽ മടിയേക്കാൾ കൂടുതൽ നാണക്കേടെന്നാണ് പറയുന്നത്. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ നാണക്കേട് കാരണം എനിക്ക് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ അയൽക്കാരോട് പോലും പറയാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചിന്തിച്ചിരുന്നാലേ ആ വ്യക്തി നാശത്തിലേക്ക് കൂടുതൽ നാശത്തിലേക്കോ അല്ലെ വീട്ടിൽ തന്നെ ക്രൈം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ പോകത്തുള്ളൂ. അപ്പോൾ അത് പേരൻസും പോയി കൗൺസിലിങ്ങിന് വിധേയനാവണം, കുട്ടിയെയും കൗൺസിലിങ്ങിന് വിധേയനാക്കി ആ കറക്റ്റ് ടൈമിന് അവന് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതിപ്പോൾ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ അഡിക്ഷൻ സെൻറ്റേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട്. അതല്ല എങ്കിൽ പൈസ മുടക്കാൻ കഴിയുന്നവരാണെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോഴ്സ് ഉപയോഗിച്ചിട്ട് ഇവനെ കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് തന്നെയാണ്. അടുത്ത തലമുറയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഈ പേരൻറ്റിങ് വളരെ കൃത്യമായി കൊണ്ടുപോകണം. അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ, ക്യാരിയിങ് ആയിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ അപ്രോച്ച് ചെയ്യും. അവിടെ ഇവർക്ക് ഈ കൗൺസിലിംഗ് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്യാരിയിങ് അല്ലെ പ്രഗ്നൻസി ടൈമിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, വീട്ടിലെ അന്തരീക്ഷം എങ്ങനെ കീപ്പ് ചെയ്യണം, കുട്ടി വളർന്നു വരുമ്പോൾ ഓരോ ഏജ് ഘട്ടത്തിലും ബാല്യമുണ്ട്, അഡോളസൻസ് പീരീഡുണ്ട്, ഇങ്ങനെ ഓരോ പീരീഡിലും അവരെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. അപ്പോൾ സാറ് പറയുന്നത് എഫക്റ്റീവ് പേരൻറ്റിങ് ആണ് എല്ലാത്തിനും ഒരു നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? അത് ഞാനായിട്ട് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് യൂറോപ്യൻ യൂണിയനിൽ പ്രസംഗിച്ചപ്പോൾ കോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ഒന്ന് പറയാം. വേർ ദർ ഈസ് റൈച്ചസ്നെസ് ഇൻ ദ ഹാർട്ട്, then there is beauty in the character. When there is beauty in the character, then there is harmony in the home. When there is harmony in the home, then there is order in the nation. When there is order in the nation, then there is peace in the world. വളരെ അർത്ഥവത്തായ കാര്യമല്ല. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓരോ ഹൃദയത്തിൽ നിന്നാണ് നന്മ
തുടങ്ങേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3000 വർഷം മുമ്പ് പൂങ്കുன்றദാസ് എന്ന് പറയുന്ന ഒരു തമിഴ് കവി എഴുതിയത് അദ്ദേഹം അവിടെ റിപ്പീറ്റ് ചെയ്തതാണ്. കുറലല്ലേ? അപ്പോൾ ഇതിനകത്തുണ്ട്, ഇപ്പോൾ ഈ പാരൻറ്റിങ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മുടെ ഓരോരുത്തരും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നാണ് ഒരു ലോകത്തെ സമാധാനം എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് തന്നെ അവനവനിൽ നിന്ന് തന്നെ തുടങ്ങും. നമ്മളെല്ലാം അവനവനിലേക്ക് നോക്കി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കുടുംബവും, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സമൂഹവും, നല്ല ഒരു കാലഘട്ടം ഇനിയും ഉണ്ടാകട്ടെ. സിനിമകളിലൂടെ ആണെങ്കിലും നല്ല നല്ല സിനിമകളിലൂടെ, അതായത് ഫാമിലി ബോണ്ടിങ് അങ്ങനത്തുള്ള കുറേ സിനിമകളും വരട്ടെ അല്ലേ സർ? അതെ, നല്ല നല്ല പാഠങ്ങൾ അത് ആവശ്യമാണ്. കാര്യം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ സിനിമ നമ്മുടെ കാഴ്ചയിൽ മമ്മൂട്ടിയുടെ കാഴ്ച സിനിമയിൽ കാണുന്നത് പോലെ സ്കൂളിൽ സിനിമ കാണിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ സ്കൂളിൽ നിന്ന് തിയേറ്ററിൽ കൊണ്ടുപോയി നല്ല സിനിമകൾ കാണിക്കുക. അതിൻ്റെ ഒരു ലക്ഷ്യം എന്താ? നല്ല മോറൽ സ്റ്റോറീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ടുള്ള സ്റ്റോറികൾ നമുക്ക് പകർന്ന് ആ സിനിമയൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം തന്നെയാണ്. വേണ്ട നല്ല രീതിയിൽ എടുക്കുക, മോശം സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിനെ സംബന്ധിച്ചാണെങ്കിലും സിനിമയെ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ എന്താ പറയുക, നമുക്കും കിട്ടി, സമൂഹത്തിനും കിട്ടി സാറ് വഴി. അപ്പം ഇത്രയും നേരം നമ്മളുടെ കൂടെ കൂടിയതിന്, ഇത്ര നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.